പോയോ? ആടി പോയെന്ന് തോന്നേ. അവര് ബസ് വരാനുള്ള ടൈമായില്ലേ? പോയോ? അതിപ്പോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഐശ്വരി, അവർക്ക് എന്തിനാണ് നിന്റെ സമ്മതം? അല്ലെങ്കിലും അവരെപ്പോഴും നിന്നോട് ചോദിച്ചിട്ടാണോ പോകുന്നേ? അല്ലടി, സാധാരണ അലക്സ് എന്നോടെപ്പോഴും സംസാരിച്ചിട്ടാ പോവാറ്. ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ. ആ, അത് ശരിയാണല്ലോ. എന്നാ പിന്നെ പോയിക്കാണില്ല. ആ ഗ്രൗണ്ടിലോ മറ്റോ കാര്യം നടപ്പുണ്ടാവും. നീ നിക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ. പെണ്ണെ, നീ ഇതെവിടേക്കാ? നിക്കടി, ഞാനിപ്പോ വരാം. കുരുപ്പേ, നീ ഇപ്പൊ പോയാലേ നിന്നെ എന്തിടയ്ക്ക് വരാന് എനിക്ക് വയ്യാട്ടോ. നീ വരുമൊന്നും വേണ്ടടി. 5 മിനിറ്റിനുള്ളിൽ ഞാനിവിടെ എത്തും. ശരി, എന്നാ ചെല്ല്. ഈ അലക്സ് എവിടെ പോയി കിടക്കുക? അവിടെ ഒറ്റക്കാണല്ലോ. ഇപ്പൊ എന്റെ കയ്യിൽ കാറുണ്ട്. ഇപ്പൊ തന്നെ ഒരു ചെറിയ പണി കൊടുത്താലോ? ബട്ട് ഇപ്പൊ അവിടെ അങ്കിളുണ്ട്. അങ്കിൾ കണ്ട ആകെ പ്രശ്നം. ബട്ട് എനിക്കാണെങ്കിൽ കാർ ഓടിക്കാൻ അറിയാലോ. അങ്കിളാണെങ്കിൽ ഇപ്പൊ ഫോണിലാ. ഇത് തന്നെ പറ്റിയ അവസരം. Don't miss it. Sandra, let's go. ആടാ, അത് ഇന്നലെ തന്നെ ചെയ്തായിരുന്നല്ലോ. ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് പോയി നോക്കണം. ഈ വണ്ടി എന്താ ലീന തന്നെയാണല്ലോ ഫോക്കസ് ചെയ്യുന്നേ. അലക്സ്, ഒന്നവിടെ നിൽക്കാവോ? ഞാനിപ്പോ വരാം. ലിയ, ഇങ്ങോട്ടേക്ക് വരില്ലേ? ലിയ, തനിക്കൊന്നും പറ്റില്ലല്ലോ? താൻ ഓക്കെ അല്ലേ? എനിക്കൊരു പ്രശ്നമില്ല. എന്നാലും ആരാ കാർ ഓടിച്ചത്? ഒന്നുമില്ല. അല്ല, താൻ എന്ത് പണിയാണോ കാണിച്ചേ? ഇങ്ങനെയൊക്കെ ഓടാവോ? സൂക്ഷിക്കണ്ടേ? ഞാൻ വണ്ടി വരുന്നത് കണ്ടില്ലായിരുന്നു. തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ കാർ ഓടിച്ചവനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാ വന്നേ. എന്നെ ഫോക്കസ് ചെയ്യാനോ? അങ്ങനൊന്നുമില്ല. ഇത് എന്റെ മിസ്റ്റേക്കാ, അല്ലാതെ. അല്ല, അവൻ തന്നെ ഫോക്കസ് ചെയ്തിട്ടാ വന്നത്. മനഃപൂർവ്വം തന്നെ ഇടിക്കാനായിരുന്നു അവന്റെ പ്ലാൻ. അവരെന്തിനാ എന്നെ ഇടിക്കാൻ പ്ലാൻ ചെയ്തേ? അതിന് എനിക്ക് വേറെ എനിമീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. തനിക്കില്ല. ബട്ട് എന്താ? ഒന്നുമില്ല. താൻ അത് വിട്. താനിപ്പോ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നേ? ഇതെന്താണിത്? ഞാനെന്താ പോസ്റ്റോ? എന്നാ പിന്നെ ഞാൻ ഗ്രൗണ്ടിലോട്ട് ചെല്ലട്ടെ. എടാ, നീ പിന്നെ ഒറ്റക്ക് പോകണ്ടേ? എന്നാ പിന്നെ ഞാനും വരാം. അതെന്തിനാടാ? എനിക്കെന്തേ ഗ്രൗണ്ടിലേക്ക് പോകേണ്ട വഴി അറിയത്തില്ലേ? നിങ്ങളിവിടെ സംസാരിച്ച് നിൽക്കേ. ഗ്രൗണ്ടിൽ മാച്ച് നടക്കുന്നുണ്ട്. ഞാൻ അതും കൊണ്ട് അവിടെ നിന്നോളാം. എന്നാ പിന്നെ നീ ചെല്ലടാ, ഞാൻ വേഗം അങ്ങോട്ടേക്ക് വന്നേക്കാം. ഓക്കെ ഡളിയ, സെറ്റ്. താൻ പറ. അത് ഞാൻ വിചാരിച്ചു നീ പോയെന്ന്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓഹോ, അങ്ങനെയാണോ? എന്നാലും ഇങ്ങനെയൊക്കെ ഓടാവോ? ഇപ്പൊ തന്നെ വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു. അത് ഞാൻ വണ്ടി വരുന്നത് കണ്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ. ഇപ്പൊ പ്രശ്നമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി തൊട്ട് താനൊന്ന് സൂക്ഷിക്കണം. ബി കെയർഫുൾ. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ പിന്നെ ശരി, താൻ പൊക്കോ. ദേ, തന്റെ ബസ് വരുന്നുണ്ട്. അല്ല അലക്സ്, നിന്റെ ഫേസ് എന്താ പെട്ടെന്ന് ആകെ ഡള്ളായ പോലെ? ഒന്നുമല്ലടോ, അതൊക്കെ തനിക്ക് തോന്നുന്നതാ. ലിയേ, ദേടി ബസ് വന്നേക്കുന്നു, വേഗമായോ. ആടി വരുവാ. എന്നാ പിന്നെ ശരി അലക്സ്, ബൈ. ശരി, ബൈ. എന്നാ ശരി, ടാറ്റാ.
എന്നാലും ആരായിരിക്കും ആ കാർ ഓടിച്ചവൻ? എനിക്കുറപ്പാ അവൻ ലിയനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാ വന്നത്. ഇനിയിപ്പോ ഇതാ മറ്റവന്മാരായിരിക്കോ? അലക്സേ, ബസ് വരുന്നുണ്ട്, വേഗം വാ. ആടാ, ദേ വരുന്നു. ഇന്ന് രണ്ടിലൊന്നിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ സാൻഡ്ര അടങ്ങൂ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവള്, രണ്ടിലൊരാളെ മതി ഇവിടെ. എന്നാലും ഇന്നലെ എന്തായിരിക്കും പെട്ടെന്ന് അലക്സിന്റെ മുഖം പാടാൻ കാരണം? ഇനി എന്റെ നേരെ വന്ന് കാറിലെ ആളെ ആര് പരിചയം ഉണ്ടാവോ? ആഹാ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എനിക്കറിയാണ്ട് നീ ട്യൂഷനും കഴിഞ്ഞ് ഈ വൈക്കാൻ വരുന്നേന്ന്. അതുകൊണ്ടാണല്ലോ ഈ സാൻഡ്ര ഇവിടെ തന്നെ കാറ് പാർക്ക് ചെയ്തത്. ഇതാ പറ്റിയ സമയം. ഇവിടെ ഇപ്പോ ആരുമില്ല. മോളെ ലിയ, ഗുഡ് ബൈ. ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. യു ആർ ക്ലോസ്. അപ്പയാണ് അലക്സ് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഷേ, ആലോചിച്ചിട്ട് എത്തും പിടിയിടുന്നില്ലല്ലോ. ഇതെന്തായി സംഭവിക്കുന്നേ? Oh my God, Alex! അയ്യോ, അവനെ കണ്ടതാണോ? വേഗം ഇവിടുന്ന് മുങ്ങാം. ഡോഡോ, നിക്കടോ. ലിയനെങ്ങനെ ഇവിടെ ഒറ്റക്കാക്കി ഞാനെങ്ങനെയാ അവന്റെ പുറകെ പോകുന്നേ? ലിയ, ആർ യു ഓക്കേ? അലക്സ്, നീ എന്താ ഇവിടെ? അത് പിന്നെ ലിയ, ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാവില്ല. താൻ ഇങ്ങോട്ട് വാ. അലക്സ്, ഇവിടെ നിൽക്ക്. അധികം അങ്ങോട്ടേക്ക് പോവണ്ട. അവിടെ ഫോക്സ് ഫോറസ്റ്റാ, ഫുള്ള് കുറുക്കന്മാരാ. ആ ശരി, ഇവിടെ നിക്ക്. എന്താ അലക്സ്, എന്താ കാര്യം? നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നത്? ലിയ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സേഫ് ആയിട്ട് ഇരിക്കണമെന്ന്. താൻ ഈ ഒറ്റയ്ക്ക് ഈ സമയത്ത് എവിടേക്കാ പോകുന്നേ? അത് പിന്നെ അലക്സ്, ഞാൻ ട്യൂഷനും കഴിഞ്ഞ്. തന്റെ ഒരു ട്യൂഷൻ? താൻ ഇനി രാവിലെ മറ്റൊരു ട്യൂഷന് പോവാൻ നോക്ക്. ഈ ടൈമിലൊന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ നിൽക്കണ്ട. എന്താ അലക്സ് നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ സാധാരണ ഈ സമയത്ത് ട്യൂഷന് പോകുന്നേന്ന് നിനക്ക് അറിയില്ലേ? എടോ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അലക്സ്, ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുക. നിനക്കെന്താ പെട്ടെന്ന് വല്ലാത്തൊരു പേടിയും പരിഭ്രവും ടെൻഷനും ഒക്കെ? അങ്ങനൊന്നില്ലടോ. അത് വെറുതെ തനിക്ക് തോന്നിയതായിരിക്കും. അല്ല, എല്ലാം എങ്ങനെയാ എന്റെ തോന്നലാവുന്നേ? നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ അലക്സ്, കാര്യം പറ, എന്നോടല്ലേ? ലിയ, അത് പിന്നെ 2 ദിവസമായിട്ട് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. തനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലല്ലോ. അത് താൻ ശ്രദ്ധിക്കാനിട്ടോ. അന്ന് സ്കൂളിൽ വെച്ച് തന്നെ ഒരു കാർ എടുക്കാൻ വന്നത് തനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ബട്ട് അത് ഒന്നുമല്ല. അതേ സെയിം കാറ് തന്നെയാ ഇപ്പഴും തന്നെ എടുക്കാൻ വന്നത്. എനിക്കെന്തോ തനിക്ക് എന്തൊക്കെയോ വരാൻ പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്ത് വരാനാ? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ ടെൻഷൻ ആയാലും ഇങ്ങനെ ശരിയാവുന്നേ? അത് പിന്നെ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ തന്നോട് എന്റെ ലൈഫിലോട്ട് വന്നുള്ള പ്രോബ്ലംസ്. അതിപ്പോ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുവാണോ, അതിന്റെയൊക്കെ തുടക്കമാണോ ഇതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല അലക്സ്, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് തന്നെയും കൂടി എന്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് പ്ലീസ് താൻ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. അലക്സ്, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ലൈഫില് നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ നീ എന്നോട് പറയുന്നുള്ളൂ. എന്ത്, ആരാ, എങ്ങനെ, എന്താ നിന്റെ സ്റ്റോറി എന്നൊന്നും നീ എന്നോട് പറയുന്നില്ല. അതൊന്നും അറിയാതെ ഞാൻ എങ്ങനെ കെയർഫുൾ ആയിരിക്കുന്നേ? താനിപ്പോ വേറെ ഒന്നും അറിയണ്ട. ഒരു കാര്യം പറയാം, എന്റെ അച്ഛനും അമ്മയോടൊക്കെ കുറെ പേര് എന്റെ നശിച്ച ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തന്നെ കൂടി നഷ്ടപ്പെടുന്നതിനേക്കാളും ഭേദം ഞാൻ തന്നെ എന്റെ നശിച്ച ജീവിതം അങ്ങ് ഇല്ലാതാക്കുന്നതാ. അലക്സ്, കരയാതെ. അയ്യേ, സാരല്ല. നീ ഇപ്പോ എന്നോട് ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് മതി. എനിക്കിനി ഒരു കാര്യം കൂടി അറിയാനുള്ളൂ. നിനക്ക് വല്ല എനിമീസോ കാര്യങ്ങളോ ഉണ്ടോ? അത് പിന്നെ പറ അലക്സ്, എന്നോടല്ലേ? ഉണ്ട്.
അവര് ഞാനും താനും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞു എന്നാ തോന്നുന്നത്. അവരാണോ തന്നെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഡോണ്ട് വറി അലക്സ്, എനിക്കൊന്നും സംഭവിക്കില്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കെ. നിനക്കിപ്പോ എനിമീസ് ഉള്ള കാര്യം നീ എന്നോട് പറഞ്ഞല്ലോ. ഇനി ഞാൻ ശ്രദ്ധിച്ചിരുന്നോളാം. അല്ലേലും ഞാനൊരു പുലിക്കുട്ടിയല്ലേ. എന്നെ ആരെങ്കിലും ഒന്നൊന്ന് തൊട്ട് നോക്കട്ടെ, അപ്പൊ അറിയാം വിവരം. താനെങ്ങനെ പുലിക്കുട്ടിയാവുന്നേ? താനെ മുയൽക്കുട്ടിയാ? മുയൽക്കുട്ടി. ഓ പിന്നെ അതെന്താ, നിനക്ക് മാത്രമേ പുലിക്കുട്ടിയാവാൻ പറ്റൂ? എനിക്കായിക്കൂടെ? ഓ പുലിക്കുട്ടി ആയിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എന്നാലും താൻ വല്ലാണ്ടങ്ങ് ബോൾഡായി പോയല്ലോ. ഞാനേ വെടിയുണ്ട് അലക്സിന്റെ പെണ്ണ. സോ അതിന്റേതായ ഒരു തന്റെ ഇടം കാണാതിരിക്കോ? വീഡിയോണ്ട് അലക്സോ, തനിക്ക് എവിടുന്നാ ഈ പേര് കിട്ടിയേ? നിനക്ക് ഈ പേര് അറിയാൻ വഴിയില്ല. സ്കൂളിലെ എല്ലാ പിള്ളേരും നിന്നെ വെടിയുണ്ട് അലക്സ് എന്നാ വിളിക്കുന്നേ. നീ സ്കൂളിൽ ഉണ്ടാക്കിയ അടിക്കൊന്നും കണക്കില്ലല്ലോ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എനിക്ക് പേര്. പിന്നെ ഇല്ലാതെ. പിന്നെ താൻ വേറൊന്നും വേണ്ട. ഈ 6 മണിക്ക് ശേഷമൊന്നും അങ്ങനെ പുറത്ത് ഇറങ്ങാതെ നിന്നാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണ്ട അലക്സ്, എല്ലാ കാര്യങ്ങളും നീ തന്നെ ഒറ്റക്ക് നോക്കൊന്നും വേണ്ട. ഇപ്പൊ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ. സോ ഇനി തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നേരിടാം. ലവ് യു ലിയോ, ലവ് യു സോ മച്ച്. താൻ ഒരിക്കലും എന്നെ വിട്ട് എവിടേക്കും പോവരുത്, എവിടേക്കും. ഞാൻ എവിടേക്കും പോവില്ല. നീ എവിടേക്കും പോവാതെ ദേ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടായാൽ മാത്രം മതി. തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ തന്നെ വിട്ട് പോകുന്നു? ഏയ് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്റെ വെടിയുണ്ട സാറേ. ആഹാ, കൊള്ളാലോ. താൻ ആളാകെ ബോൾഡായല്ലോടോ. പിന്നല്ല, ഞാനാണ് മോള്. പിന്നെ ഇവിടെ ഇങ്ങനെ അധിക നേരം നിൽക്കുന്നത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. താൻ വാ, തന്റെ വീട് വരെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിനക്ക് കാറൊക്കെ ഓടിക്കാൻ അറിയോ? പിന്നെ കാറ്, ബൈക്ക്, സ്കൂട്ടി ഒക്കെ അറിയാലോ. ഹാ കൊള്ളാലോ. കല്യാണം കഴിഞ്ഞാലേ എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരണം കേട്ടോ. പിന്നെ പഠിപ്പിച്ചു തരാലോ. തനിക്കല്ലാതെ വേറെ ആർക്കാടോ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക? ആണോ? താങ്ക് യു. അതെ, ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ദേ തന്റെ വീടെത്തി. വീടെത്തിയോ? ഇത്ര പെട്ടെന്നോ? പിന്നെ എത്താതെ. നമ്മളിവിടെ ഹിമാലയക്ക് ട്രിപ്പ് ഒന്നും വന്നേക്കുമല്ല. ദേ തന്റെ വീട്ടിലോട്ടാ വന്നേക്കുന്നെ. ആ അറിയാം. എന്നാലും നിന്റെ കൂടെ എനിക്ക് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനാ തോന്നുന്നേ. അത് നമുക്ക് പിന്നൊരു ദിവസം ആവാം. ഇപ്പൊ താൻ ചെല്ല്. എന്നാലും ഇപ്പൊ താന് എന്റെ കൂടെ ഉണ്ടായിട്ട് ഒരു 5-10 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷെ തന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോരോ സെക്കൻഡും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. തന്റെ കൂടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നടോ. അലക്സ്, നീ വെറുതെ എന്നെ കരയിപ്പിക്കും. താനത് വിട്. തന്റെ അമ്മ കാണണ്ട തന്നെ എന്നെയും കാറിൽ ഒരുമിച്ച്. ലാസ്റ്റ് അത് തനിക്ക് തന്നെ പണിയാവുന്നേ. എന്നാ ശരി, ഞാൻ പോട്ടെ. ശരി. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ തനിക്ക്? ഓർമ്മയുണ്ട് അലക്സ്, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ പിന്നെ ശരി, താൻ ചെല്ല്. ശരി, ബൈ. ബൈ. അകത്തേക്ക് കേറിയോ? കേറി. എന്തായാലും ലിയുടെ ചുറ്റിലും ഒരു കണ്ണ് വേണം. അവന്മാരൊന്നും എന്നെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്കെന്തോ അവർ കളി തുടങ്ങിയെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ അലക്സിനെ ഞാൻ ഏതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണോ? നോ വേ, അതിന് ചാൻസ് ഇല്ല. അവൻ എന്റെ ഫേസ് ഒന്നും കാണാൻ വയ്യില്ല. എന്തായാലും ഈ സാൻഡ്ര വെറുതെ എടുക്കുമെന്ന് ഒരാളും വിചാരിക്കേണ്ട. ഇതെന്താ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ? ആകെ ഒരു സ്ട്രെസ് പോലെ ഫീൽ ചെയ്യുന്നു. ഒന്ന് ക്ലാരെ വിളിച്ച് നോക്കിയാലോ? ആഹാ, ഇതാര് ലിയയോ? ഹലോ, തമ്പുരാട്ടി എന്താണാവോ ഈ നേരത്ത്? അത് പിന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലാടി.
അത് ശരി, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ ഇരുന്നുറങ്ങ്. അയ്യ, ഒരു കോമഡി. ഞാൻ സീരിയസ് ആയിട്ടടി പറഞ്ഞ എന്തോ ഒരുമാതിരി സ്ട്രെസ് പോലെ ഫീൽ ചെയ്യുക. അതെന്താടി പെട്ടെന്ന് സ്ട്രെസ് പോലെയൊക്കെ ഫീൽ ചെയ്യാൻ മാത്രം? അറിയില്ലടി, എന്തൊക്കെ ആലോചിച്ച് വീട്ടിലിരുന്ന് ആകെ ഒരു മടുപ്പ്. എന്ത് മടുപ്പോ? നിനക്കോ? ആരായി പറയണേ? എന്റെ ലിയക്കൊച്ച് തന്നെയാണോ ഇത്? ഡീ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്തൊക്കെയോ ആലോചിച്ച് തല പെരുക്കുന്ന പോലെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാടി? ഇനി നാളെ ഒരു ദിവസം കൂടിയല്ലേ, പിന്നെ ക്ലാസ് ഉണ്ടല്ലോ. അതല്ലടി. എന്താടി പെണ്ണെ, അലക്സിനെ മിസ് ചെയ്ത് തുടങ്ങിയോ? അത് പിന്നെ ചെറുതായിട്ട്. 2 ദിവസം മുമ്പല്ലടി നിന്നവനെ നിന്റെ വീട് വരെ ഡ്രോപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങള് കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്ത് കാണുമല്ലോ. അപ്പോഴേക്ക് നിനക്ക് അവനെ മിസ് ചെയ്തോ? എന്ത്, ഒരു 5 മിനിറ്റ് കിട്ടിക്കാണും. ട്യൂഷന് എന്റെ വീട് വരെ അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലല്ലോ. ഓ ഓ, അങ്ങനെ. ഡീ, ഒന്നാമത് അവന്റെ മൈൻഡ് അത്ര ശരിയല്ല. ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതൊക്കെ ആലോചിക്കുമ്പോ എനിക്കെന്തോ. ഏയ്, നീ വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അങ്ങനെയാണെ പിന്നെ നീ അവനെ വീഡിയോ കോളൊക്കെ കുറച്ച് മുമ്പ് ചെയ്തതാടേ. ആയി ശരി, എന്നിട്ടാണോ ഈ പറയുന്നേ? എന്നാലും നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെ ആവില്ലല്ലോ വീഡിയോ കോള്. ആ, അതും ശരിയാ. എന്നാ പിന്നെ നാളെ നിങ്ങൾ വല്ല പാർക്കിലോ ബീച്ചിലോ എവിടെയാന്ന് വെച്ചാ മീറ്റ് ചെയ്യടി. അത് ശരിയാവും തോന്നുന്നില്ലടി, അമ്മ സമ്മതിക്കില്ല. ഓ, ഡാർക്ക്. അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മയൊക്കെ ഉറങ്ങി നേരം നോക്കി അലക്സിനോട് നിന്റെ വീട്ടിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ. അങ്ങനെ മീറ്റ് ചെയ്യാലോ. കൊച്ചു കള്ളി, റിലേഷനുള്ള എനിക്കില്ലാത്ത ബുദ്ധിയാണല്ലോ റിലേഷൻ ഇല്ലാതെ നിനക്ക്. എന്ത് ചെയ്യാനാടി, പണ്ട് മുതലേ കുറച്ച് ബുദ്ധി കൂടി പോയില്ലേ. ഇനി ഞാനറിയാതെ വല്ല ചുറ്റിക്കളിയും. ഓ പിന്നെ ചുറ്റിക്കളി ഒന്ന് പോയേടി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ടിപ്സ് അല്ലേ. വിശ്വസിച്ചു. അല്ലടി, എന്നാലും നൈറ്റൊക്കെ അവനെ മീറ്റ് ചെയ്യുന്നത് അമ്മയെങ്ങാനും കണ്ട? നിനക്കിപ്പോ എന്താ വേണ്ടത്? അലക്സിനെ കാണണം. സോ വരുന്നതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാന്നേ. എന്നാ പിന്നെ ഞാനൊന്ന് ഇക്കാര്യം അലക്സിനോട് കൂടി പറഞ്ഞു നോക്കട്ടെ. ആടി, നീ ഒന്ന് പറഞ്ഞു നോക്ക്. അവന് നിന്നെയും നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടാവും. സോ അവൻ എന്തായാലും റെഡി ആയിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിളിക്കടി, അധികം ലേറ്റ് ആക്കണ്ട. സമയം ഇപ്പോ ഇത്രയായല്ലോ. പിന്നെ താങ്ക്സ് കേട്ടോ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നതിന്. താങ്ക്സ് ഒക്കെ നമ്മുടെ ഇടയിൽ വേണോ? നീ നൻപി അല്ലേടി, നൻപി. നൻപിയോ? എന്നാ പിന്നെ ശരിയടി, ഞാൻ നിന്നെ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ നൻപി, ഗുഡ് നൈറ്റ്. ഞാൻ പോയി ചാച്ചട്ടെ. ചാച്ചിക്കോ ഗുഡ് നൈറ്റ്. ആ ശരി എന്നാ. ക്ലാര പറഞ്ഞ കാര്യം ഒന്ന് അലക്സിനെ വിളിച്ച് പറഞ്ഞു നോക്കിയാലോ.